2018 ലോകകപ്പിനായി തയ്യാറെടുക്കുമ്പോഴേക്കും മെസ്സിക്കും സംഘത്തിനും മേലുള്ള പ്രതീക്ഷകൾ അത്രയും അസ്തമിച്ചിരുന്നു. 2014 ലോകകപ്പ് തോൽവിക്ക് പിന്നാലെ 2015, 2016 കോപ്പ അമേരിക്ക ഫൈനലുകളിലെ പരാജയം ആരാധകരെ അത്രത്തോളം മുലച്ചിരുന്നു. തുടർന്ന് പരാജയങ്ങളിൽ മനംനൊന്ത് മെസ്സി വിരമിക്കലും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ രക്ഷകനെ വിട്ടുകളയാൻ ടീം ഒരുക്കമായിരുന്നില്ല. നിർബന്ധത്തിനൊടുവിൽ തീരുമാനം പിൻവലിച്ച് ടീമിനൊപ്പം ചേർന്നെങ്കിലും പ്രതീക്ഷകളെ തളിർപ്പിക്കാൻ മെസ്സിയുടെ സാന്നിധ്യത്തിനും കഴിഞ്ഞില്ല. ലോകകപ്പിന് ആ ടീം യോഗ്യത നേടുമെന്ന് പോലും ആരും കരുതിയില്ല. ഒടുവിൽ അവസാന ഘട്ടത്തിൽ യോഗ്യതാ കടമ്പ കടന്ന് വിശ്വപോരിനെത്തിയവർ അധിക ദൂരം താണ്ടിയതുമില്ല. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിനോട് തോറ്റു പുറത്തായി. ആ ഫ്രാൻസ് അന്ന് ലോക കിരീടം ചൂടുകയും ചെയ്തു. കിരീടവും ചെങ്കോലുമില്ലാത്ത രാജകുമാരനായ മെസ്സിയെ ലോകം പരിഹസിച്ചു തുടങ്ങി. ബാഴ്സലോണയ്ക്കും പിന്നാലെ PSG-ക്കുമായി ഗോളടിച്ചു കൂട്ടുന്നവൻ ദേശീയ കുപ്പായത്തിൽ കളിമറക്കുന്നു. 7 ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയവന് രാജ്യത്തിന് സമ്മാനിക്കാൻ ഒരു കിരീടം പോലുമില്ല. വീരനായകനായ സ്തുതി പാടിയവർ പോലും വിമർശനത്തിന്റെ സൂചിമുനകൾ പുറത്തെടുത്തു. ഇക്കാലം അത്രയും നേടാനാവാത്തത് ഈ പ്രായത്തിൽ മെസ്സിക്ക് അസാധ്യമെന്ന് പലരും വിധിയെഴുതി. എന്നാൽ തോറ്റു കൊടുക്കാൻ അയാൾക്ക് മനസ്സിലായിരുന്നു. പൊരുതി നേടുക മാത്രമായിരുന്നു ലക്ഷ്യം. 2021 അർജന്റീനൻ മണ്ണിലേക്ക് കോപ്പ അമേരിക്ക കിരീടം മെസ്സി കൊണ്ടുവന്നു. അർജന്റീനയ്ക്കായി മെസ്സി നേടുന്ന ആദ്യ മേജർ ചാമ്പ്യൻഷിപ്പായിരുന്നു അത്. ഫൈനലിൽ ചിരവൈരികളായ ബ്രസീലിനെ അവരുടെ മണ്ണിൽ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചായിരുന്നു നേട്ടം. ടൂർണമെന്റിൽ 4 ഗോളും 5 അസിസ്റ്റുമായി തിളങ്ങിയ താരം ഗോൾഡൻ ബോൾ പുരസ്കാരവും സ്വന്തമാക്കി. അതൊരു തുടക്കമായിരുന്നു, എഴുതി തള്ളിയവർക്കുള്ള മറുപടിയും. ലോകകപ്പ് പ്രതീക്ഷകൾക്ക് ചിറകുമുളപ്പിച്ചുകൊണ്ട് 2022 ഫൈനലിസ്റ്റ് കിരീടവും മെസ്സിയും സംഘവും സ്വന്തമാക്കി. ഇറ്റലിയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചായിരുന്നു അർജന്റീനയുടെ നേട്ടം. വെംബ്ലിയുടെ യൂറോപ്യൻ ചാമ്പ്യന്മാർ അടിയോറ പറയുമ്പോൾ ഗോളടിച്ചില്ലെങ്കിലും ഗോളിലേക്ക് വഴിയൊരുക്കിയും കളിമെനഞ്ഞും അന്ന് മെസ്സി കളിയിലെ താരമായി. ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയായിരുന്നു ഫൈനലിസ്റ്റ് കിരീട നേട്ടം. അതിനു പിന്നാലെ പ്രമുഖ ഓൺലൈൻ സ്പോർട്സ് സൈറ്റുകളിലൊന്നിൽ പ്രത്യക്ഷപ്പെട്ട ലേഖനത്തിലെ ചില വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: ഈ ടീമിനെ സൂക്ഷിക്കണം. ലയണൽ സ്കലോണിയുടെ തന്ത്രങ്ങൾക്കൊപ്പം മെസ്സി കുതിപ്പ് തുടർന്നാൽ ഖത്തറിൽ പുതിയ രാജാക്കന്മാർ പിറക്കില്ല. ആ ആഘോഷരാവ് മെസ്സിക്കും അർജന്റീനയ്ക്കും ഉള്ളതായിരിക്കും.